എടാ നിനക്ക് ഈ സിലിയൻ മർഫിയുടെ സിനിമകളൊക്കെ ഇഷ്ടമാണോ? പിന്നെ ഞാൻ ഫാനല്ലേ, നീ പറ. ഓ, നീ ഫാനാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നീ കാണണം. സിനിമയുടെ പേര് സ്മോൾ തിങ്സ് ലൈക്ക് ദീസ് എന്നാണ്. അതൊരു നോവലല്ലേ ശരിക്കും? ഓ, ആ നോവൽ നീ വായിച്ചിട്ടുണ്ടോ? അതെ, ആ ക്ലിയർ കീഗന്റെ ആ ഒരു സ്മോൾ തിങ്സ് ലൈക്ക് ദീസ് എന്ന സെയിം നെയിമുള്ള നോവലിൽ നിന്നാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ സിനിമയുടെ പ്ലോട്ട് എന്താ? സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് കോൾ മെർച്ചന്റ് ആയിട്ടുള്ള നായകന്റെ ലൈഫിൽ നടക്കുന്ന കുറെ സിറ്റുവേഷൻസ് ആണ് സിനിമ മുന്നോട്ട് വെക്കുന്ന പോയിന്റ്. അതുപോലെ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം നേരിടുന്ന ഒരു സെൻസിറ്റീവ് പോയിന്റ് ആണ് സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. അത് കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം നടന്നിരുന്നു എന്നുള്ള തോട്ടിലോട്ട് നമ്മളെ കൊണ്ടുവരും, ഒരു പേടി ജനറേറ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ് സിനിമയുടേത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് അല്ലേ? ഇതിന്റെ പോസിറ്റീവ് എന്താണ്? സിനിമയുടെ പോസിറ്റീവ് സിലിയൻ മർഫിയുടെ പെർഫോമൻസ് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ക്യാരക്ടറാണ്, അത് വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ എമിലി വാട്സന്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഒരു വൈറ്റൽ റോളാണ് സിനിമയിൽ വരുന്നത്. സോ ആ ഒരു പെർഫോമൻസ് ആണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ സിനിമ പോകുന്ന നറേഷൻ ഇച്ചിരി സ്ലോ ആണെങ്കിലും ആ ഒരു സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു നറേഷനാണ്. സോ അതൊക്കെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായി തോന്നിയത്. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ? നെഗറ്റീവ് ഒന്നുമില്ല, എല്ലാം ഡയറക്റ്റ് ആയിട്ടല്ലേ പറയുന്നത്. പല കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യുന്ന ഒരു സിനിമയാണ്. സോ ആ ഒരു പേഷ്യൻസ് വേണം. പേഷ്യൻസ് നിനക്കില്ലെങ്കിൽ നീ അത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ അങ്ങനെയുള്ളൊരു ഡിഫറൻറ്റ് സിനിമയാണ്. ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. നീ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിന്റെ അഭിപ്രായം പറയാം. എന്തായാലും കണ്ടു നോക്കിയിട്ട് നിന്നോട് പറയാം.